ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കൃത്യം 7:20 ആയപ്പോൾ തന്നെ ഈ ലൈറ്റ് ഷോ തുടങ്ങി. ഈ ലൈറ്റ് ഷോ എന്ന് പറയുമ്പോഴേ 15 മിനിറ്റ് കേട്ടോ. നമ്മളിത് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച കേട്ടോ. അടിപൊളിയാട്ടോ. ഇത്രയും നേരം നമ്മൾ കറുത്ത കളറിലെ ശിവനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രി നോക്കിയേ പല വെറൈറ്റി കളറിലുള്ള ശിവനാ കേട്ടോ. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ വീണ്ടും പഴനിയിലേക്കുള്ള യാത്ര തിരിച്ചു. രാത്രി ഒരു 11 മണിയോടുകൂടി പഴനി എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൃത്യം 11 മണിയായപ്പോഴത്തേക്ക് നമ്മൾ പഴനിയിലെത്തിയിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ന്യൂ തിരുപ്പതി ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഡീലക്സ് റൂമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റ് ഒരു തമിഴ്നാടൻ ചായയൊക്കെ കുടിച്ചാണ് നമ്മുടെ പ്രഭാതം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം മുടി വടിക്കാനായിട്ട് ദേവസ്വം കൗണ്ടറിൽ പോയിട്ടോ. അവിടുന്ന് ടോക്കണും ബ്ലേഡും നമുക്ക് ഫ്രീ ആയിട്ട് തരും. അതിനുശേഷം നമുക്ക് മുടിയൊക്കെ വടിക്കേണ്ടവർക്ക് വടിക്കാം. മിനിമം 100 രൂപ കേട്ടോ ഇവർക്ക് കൊടുക്കേണ്ട ചാർജ്. അതിൽ കൂടുതൽ ടിപ്പായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ദേവസ്വത്തിന്റെ തന്നെ കുളിക്കുന്ന സ്ഥലത്ത് ഫ്രീ ആയിട്ട് വേണേൽ കുളിക്കാം. ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നേരെ പഴനിമലയിലേക്കാണ് നടക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നമുക്ക് നടന്നു പോകാം, ഓട്ടോയിൽ പോകാം, കുതിരവണ്ടിയിൽ പോകാം. അപ്പോൾ വണ്ടിയൊക്കെ ചൂസ് ചെയ്യുന്നൊരു അഡ്വാൻസ് ആയിട്ട് റേറ്റ് തിരക്കുക. അവർ നമ്മളെ നല്ല രീതിയിൽ കത്തിവെക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അത് പിന്നീട് ഒരു തർക്കത്തിലേക്ക് കലാശിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് റേറ്റ് തിരക്കുക. ഏത് വണ്ടിയിൽ പോയാലും ക്ഷേത്രത്തിന് കുറച്ച് മുമ്പ് വരെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടന്നേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ തന്നെ ഇലക്ട്രിക് വണ്ടിയുണ്ട്, അതിന് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങും. അതൊക്കെ ഫ്രീ ആകട്ടോ. പിന്നെ നമുക്ക് കാവടി അഭിഷേകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള കടക്കാരോട് ഡയറക്റ്റ് ചെന്ന് മുട്ടുക, ഏജന്റിനെ മുട്ടാതിരിക്കുക. നമ്മൾ ഇവിടുന്ന് കാവടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവർ കാവടി തരത്തുള്ളൂ. തിരിച്ച് കാവടി അവരെ കൊണ്ട് ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ കാശ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ പുതിയ നിയമം അനുസരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ മൊബൈലും ചെരുപ്പും ഒക്കെ ഇവിടുത്തെ കൗണ്ടറിൽ വെച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്ക് പഞ്ചാമൃതമൊക്കെ മേടിക്കാൻ കേട്ടോ. 20 രൂപ, 40 രൂപ, 45 രൂപ എന്നീ റേറ്റിലാണ് പഞ്ചാമൃതമൊക്കെ അവൈലബിൾ ആകുന്നത്. അതിനുശേഷം താഴെ വന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഡ്രസ്സ്, ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.